കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.5% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് പ്രസ്താവനകൾ 1, 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ല, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രസ്താവന 1 എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കി നോക്കുക. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് എത്ര ശതമാനമായി തന്നെ നിലനിർത്തി? 6.5% തന്നെ 2024 ഏപ്രിലിൽ കൂടിയ മാസത്തിൽ ചേർന്ന പണനയ സമിതി എന്ത് ചെയ്തു? അത് 6.5% തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നൊരു കാര്യം, നമ്മൾ ഫെബ്രുവരി 2025 കറണ്ട് അഫെയർസ് നോക്കിയിട്ടുള്ളവർക്കറിയാം. ഫെബ്രുവരി 2025 എന്ത് സംഭവിച്ചിട്ടുണ്ട്? റിപ്പോ റേറ്റിൻ്റെ 6.5 നിന്നും റിപ്പോ റേറ്റ് എത്രയായിട്ട് കുറച്ചിട്ടുണ്ട്? 6.25 കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ്? അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് അറിയോ? ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. ഇത് ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ റിപ്പോ റേറ്റ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്നും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റിപ്പോ റേറ്റിനെ കുറിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് റിപ്പോ റേറ്റ്? കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിച്ചിരിക്കും. ഇത്തരം കരാറുകളെ റിപ്പോർട്ട്സ് എഗ്രിമെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുനർവിൽപ്പന കരാർ അഥവാ റിപ്പോ എന്നും പറയുന്നു. ഇതിനായി നൽകിയ പലിശ നിരക്കിനെ റിപ്പോ നിരക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോ നിരക്ക് ഫെബ്രുവരി 2025 ഫെബ്രുവരിയിൽ 6.25 ആക്കിയിട്ടുണ്ട്. 2025 റിപ്പോ നിരക്ക് 6.25 ആക്കി. 6.50 നിന്നാണ് എന്താക്കിയത്? 6.25 ആക്കിയത്. ഇതെന്താണെന്ന് മനസ്സിലായി. റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ പലിശയ്ക്ക് അല്ലെങ്കിൽ കടം എടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഈടായിട്ട് വെക്കാൻ പറയില്ലേ? ഒന്നില്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആധാരമൊക്കെ വെക്കാൻ പറയില്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് അവർ ലോൺ തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരെന്തെടുക്കുന്നുണ്ട്? ഒരു പലിശ നിരക്ക് എടുക്കുന്നുണ്ട്. നമ്മളുടെ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നമ്മളാണ് വാണിജ്യ ബാങ്കും, അതുപോലെ നമ്മുടെ റിസർവ് ബാങ്കാണ് സാധാരണ ബാങ്ക് എന്ന് വിചാരിക്കുക. റിസർവ് ബാങ്കിൽ നിന്നും ആര് കടമെടുക്കുന്നു? വാണിജ്യ ബാങ്ക് കടമെടുക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു ഈട് വെക്കണം. അതുപോലെ കറക്റ്റ് തീയതിയും വിലയും എത്രയെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് അവരൊരു പലിശ ഈടാക്കും. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കിൽ നിന്നും എന്താണ് ഒരു പലിശ ഈടാക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താണ്? അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. കേന്ദ്ര ബാങ്ക് ഒരു സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ഇത് വീണ്ടും വിൽക്കുന്നതിൻ്റെ വിലയും തീയതിയും മുൻകൂട്ടി വാങ്ങൽ കരാറിൽ സൂചിപ്പിക്കും. ഇത്തരം കരാറുകളെയാണ് റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്താ പറയും? റിപ്പോ എന്നും പറയുന്നു. പുനർവിൽപ്പന കരാർ എന്നാണ് വേറൊരു പേര്. അപ്പോൾ റിപ്പോ നിരക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 6.25 2025 ഫെബ്രുവരിയിലാണ് ആക്കിയിരിക്കുന്നത്. ഇനി മാറുമ്പോൾ നമ്മളിത് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താ? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കുറേ കാശുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടിടില്ലേ? ബാങ്കിൽ കൊണ്ടിടുമ്പോൾ അവരെന്ത് തരും? നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് തരും. അത് തന്നെയാണ് റിവേഴ്സ് റിപ്പോ എന്നും പറയുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് റിസർവ് ബാങ്കിൽ കൊണ്ടിടും. റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതും തീയതിയും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ്, സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ്, സെക്യൂരിറ്റി തന്നിട്ട് തന്നെയാണ് നമ്മൾ അവിടെ ഇടുന്നത്, വാണിജ്യ ബാങ്ക് ഇടുന്നത്. അപ്പോൾ അതിന് ഒരു എമൗണ്ട്, ഒരു പലിശയായിട്ട് എന്ത് തരും? റിസർവ് ബാങ്ക് എന്ത് തരും?
പലിശ വാണിജ്യ ബാങ്കിന് നൽകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നത് അവർ നമുക്ക് തരുന്നത്, അപ്പോൾ ബാങ്ക് നമുക്ക് ലോണായിട്ട് തരുന്ന പലിശ തന്നെയാണോ നമ്മൾ അവിടേക്ക് പൈസ അവിടെ ബാങ്കിൽ ഇടുമ്പോൾ നമുക്ക് തരുന്നതും അല്ല അല്ലേ? കുറേ ഡിഫറൻസ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താണ് 3.35 ഫെബ്രുവരി 2025 3.35 റിവേഴ്സ് റിപ്പോൻ്റെ നിരക്ക്. ഒരിക്കലും റിപ്പോ നിരക്കിനേക്കാളും റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടില്ല. നമുക്കറിയാം ഇപ്പോൾ എത്ര ശതമാനമാണ് നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6500 രൂപ. അത് സീനിയർ സിറ്റിസണിന് ഇത്ര രൂപ അങ്ങനെയൊക്കെയാണ്. വെറും 6500 രൂപയാണ് 1 ലക്ഷം രൂപ നമ്മൾ ഒരു വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. എന്നാൽ 1 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിലോ നമുക്ക് അതിൻ്റെ പലിശ കൊടുക്കേണ്ടത് എത്ര ശതമാനത്തിനാണ്? 9%. അല്ലെങ്കിൽ കാർഷികത്തിനൊക്കെ ആകുമ്പോൾ 4%-ത്തിനൊക്കെ കിട്ടുവാണെങ്കിൽ 9% കൂടുതലാണ് നമ്മൾ പലിശ ഇനത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. തിരിച്ച് കിട്ടുമ്പോൾ അവിടെ കുറവും റിപ്പോ നിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് 6.25 റിവേഴ്സ് റിപ്പോ നിരക്ക് എത്രയാണ്? 3.35. അപ്പോൾ ഇതെന്തായാലും പഠിക്കേണ്ടതാണ്. റിപ്പോ നിരക്ക് എന്താണ്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. പിന്നെ കറണ്ട് അഫയേഴ്സിലും ചോദിക്കാം, കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ചുള്ള ഇവയുടെ ശരിയായ ക്രമമേത്? ഇതിൻ്റെ ശരിയായ ക്രമം നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 ക്വസ്റ്റ്യനും അറിയണം, 4 ഓപ്ഷൻസ് നമുക്ക് അറിയണം അല്ല, എന്നാലാണ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി ടൈറ്റായി വരികയാണ്, നന്നായി പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ബാങ്ക് ദേശസാൽക്കരണം. അതെല്ലാവർക്കും അറിയുന്നതാണ്. ബാങ്ക് ആദ്യം ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ്? 1969. എത്ര? 1969. എത്ര എണ്ണം ദേശസാൽക്കരിച്ചു? 14 എണ്ണം ദേശസാൽക്കരിച്ചിട്ടുണ്ട്. 14 എണ്ണം ദേശസാൽക്കരിച്ചിട്ടുണ്ട്. അത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഈ 14 നോക്കിയാൽ അപ്പോൾ 4-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഈ ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇനി ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15-നാണ് എന്താ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. 1950 മാർച്ച് 15-നാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഇയർ മാത്രം നോക്കിയാൽ മതി. 1969, 1950. ഇനി 500,000 നോട്ടുകളുടെ നിരോധനം എന്നായിരുന്നു? 500,000 നോട്ടുകളുടെ നിരോധനം, 500,000 നോട്ടുകൾ മുൻപേ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന 500,000 നോട്ടുകളുടെ നിരോധനം എന്നായിരുന്നു? 2016 അല്ലേ? 2016 ഒരു നവംബർ 8 അല്ലേ? നവംബർ 8 ഓർമ്മയുണ്ടോ? നവംബർ 8 മോദി ഈ 500,000 നോട്ടുകളുടെ നിരോധനം നടത്തിയത്. അപ്പോൾ അടുത്തത് ഭൂപരിഷ്കരണം എന്താണ്? 1951 എന്ത് ഭൂപരിഷ്കരണ നിയമം വന്നിരിക്കുന്നത്. ഒരു ഭൂദാൻ മൂവ്മെൻറ്റ്, അതിനൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് 1960. അപ്പോൾ നമുക്ക് ഈ ഓർഡർ നോക്കി ഏതാണ് ആൻസർ? 1900 എങ്ങനെയാണ് ഇതാക്കേണ്ടത്? കാലഗണന അനുസരിച്ച്, കൂടുന്നതനുസരിച്ചാൽ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ 50 ആദ്യം ഏതാണ്? ആദ്യം 50 അല്ലേ? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഇത് മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 3 എണ്ണം ഉണ്ട്. ഇനി രണ്ടാമത് 51 ഭൂപരിഷ്കരണ നിയമം അല്ലേ? ഭൂപരിഷ്കരണം എന്തായാലും നമുക്കൊന്ന് ഇതറിയാമെന്ന് വിചാരിക്കുക. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച് 1950 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനിലേക്ക് കുറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബാങ്ക് വേണ്ട, ഈ 500,000 നോട്ടുകൾ എന്തായാലും 2016 ഏറ്റവും അവസാനമായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ 3 എന്ന് പറയുന്നത് ലാസ്റ്റ് 3 വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. കാരണം ഈ ആസൂത്രണ കമ്മീഷനൊക്കെ ഇതിന് മുന്നേ 2016, 2000 എന്തായാലും വരില്ല നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൽ വെച്ചിട്ട് ഈ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് എന്തായാലും ഒരു 19 തന്നെ ആയിരിക്കും, 19 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതും 1900 എന്നാൽ ഭൂപരിഷ്കരണ നിയമം രൂപീകരിച്ചതും 1900 തന്നെയാണ്. പക്ഷേ ഈ 500,000 നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? അറിയുന്നൊരു കാര്യമാണ്. അതാണ് ഏറ്റവും അവസാനം വരിക അല്ലേ? ഏറ്റവും അവസാനം വരുമ്പോൾ എന്താണ്? ഈ 3 അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് റിവേഴ്സായിട്ട് നമുക്ക് ചിന്തിക്കാം കേട്ടോ. ചില ഉത്തരങ്ങൾ നമുക്ക് ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നോക്കി, ഇതും നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന കാര്യങ്ങളാണ്. റിവേഴ്സ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ന്യൂസ് പേപ്പറൊക്കെ വായിച്ചാൽ തന്നെ കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ ബാങ്ക് ദേശസാൽക്കരണം എന്നായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ആസൂത്രണ കമ്മീഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് എന്നാണ് വന്നത്? 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ 1950 ആസൂത്രണ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരിക്കും? നെഹ്റു അല്ലേ? ആദ്യത്തെ ഉറപ്പായിട്ട് നെഹ്റു ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാനും കൂടി പഠിക്കണം. ഗുൽസാരിലാൽ നന്ദി ആയിരുന്നു ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദിയാണ്. അപ്പോൾ 2015 നീതി ആയോഗ് ജനുവരി 1 എന്ത് വന്നു? നീതി ആയോഗ് വന്നു. ആ നീതി ആയോഗ് എന്തിനെ റീപ്ലേസ് ചെയ്താൽ വന്നത്? ആസൂത്രണ കമ്മീഷനെ റീപ്ലേസ് ചെയ്താണ് നീതി ആയോഗ് വന്നത്. അങ്ങനെ നീതി ആയോഗ് റീപ്ലേസ് ചെയ്തപ്പോൾ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ചെയർമാൻ ആരാന്നും പഠിക്കണം. ലാസ്റ്റ് ചെയർമാൻ 2015 ജനുവരി 1 വന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ആരായിരുന്നു ചെയർമാൻ ആയിരുന്നത്? അല്ലെങ്കിൽ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? നമുക്കറിയാം നരേന്ദ്രമോദിയാണെന്ന്. അപ്പോൾ ആ ആൻസർ നമുക്ക് കിട്ടും. ലാസ്റ്റ് ചെയർമാൻ ആയത് നരേന്ദ്രമോദി ആയിരുന്നു. ആ സമയത്ത് വൈസ് ചെയർമാൻ ആരായിരുന്നു? മോണ്ടേക് സിംഗ് അൽവാലി ആയിരുന്നു വൈസ് ചെയർമാനായത്. മോണ്ടേക് സിംഗ് അലുവാലി ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ലാസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി 2015 ജനുവരി 1 എന്തായിരുന്നു? നീതി ആയോഗ് വന്നു. നീതി ആയോഗിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വട്ടവും പഠിച്ചിട്ടുണ്ടായിരുന്നു. നീതി ആയോഗിൻ്റെ വന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അത് ആ ക്ലാസ് കാണാത്തവർ, ഇതിന് തൊട്ട് മുന്നേ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യം. ഈ പഞ്ചവത്സര പദ്ധതി തന്നെ എന്തിനാണ്? നമുക്ക് വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലെ ഡി ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. പ്രസ്താവന 2 ശരിയാണ്, പ്രസ്താവന 1 ശരിയല്ല. അപ്പോൾ സി ഓപ്ഷൻ തെറ്റാണ്. ഇനി രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കുക. ആദ്യം പറഞ്ഞ അതേ കാര്യത്തിന് ഒന്നും കൂടി പ്രസ്താവനയെ ഒന്നും കൂടി വിശദീകരിക്കുകയല്ലേ രണ്ടാമത്തെ പ്രസ്താവന ചെയ്യുന്നത്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പിലാക്കി. ശരിയല്ലേ? അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ശരിയാണെന്നല്ലേ. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 ശരിയല്ല. അപ്പോൾ ഇതൊന്നും അല്ല എന്ന് മനസ്സിലായി. ഞാൻ ആദ്യത്തെ നോക്കിയേ. പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. ഇതിലെങ്ങനെയാണ്? പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമല്ല. നമുക്കറിയാം ഇതിൻ്റെ വിശദീകരണമാണെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ്? ബിയും അല്ല. അങ്ങനെയെങ്കിൽ എന്താണ് ആൻസർ? എ ആണ് ആൻസർ. അപ്പോൾ നമ്മൾ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. തുല്യത, വളർച്ച. എന്തായാലും പഞ്ചവത്സര പദ്ധതിയിൽ എന്തുണ്ടാവും? വളർച്ച ഉണ്ടാവും അല്ലേ. അതുപോലെ ആധുനികവൽക്കരണം ഉണ്ടാവും. ആധുനികവൽക്കരണം ഉണ്ടെങ്കിലേ നമുക്ക് ഇപ്പോൾ കറൻ്റായിട്ട് നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. പിന്നെ സ്വാശ്രയത്വം, തുല്യത. ഈ 4 കാര്യങ്ങളും പഞ്ചവത്സര പദ്ധതിയിലുള്ളതാണ്, ലക്ഷ്യങ്ങളാണെന്ന് ഓർക്കുക. ഇത് ലക്ഷ്യങ്ങൾ തന്നെയാണ് നമുക്ക് മറ്റുള്ള നീതി ആയോഗിലും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഉള്ളത്. അപ്പോൾ ആദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ തുല്യത, വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, ഇത് ഓർത്തിരിക്കുക. ഇനി സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്? സ്വാശ്രയത്വം 4ാം പഞ്ചവത്സര, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. നോക്കിയേ, സ്വാശ്രയത്വം 4ാം പഞ്ചവത്സര പദ്ധതിയിൽ. ഇത് എടുത്തു ചോദിക്കും. സ്വാശ്രയത്വം ഏത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് ചോദിക്കും. അപ്പം 4ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തായിരുന്നു? അത് നമുക്കറിയാം. കൃഷി സംബന്ധമായ അല്ലെ, കാർഷിക മേഖലയുടെ സമഗ്ര സംഭാവന. അതാണ് 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ 2ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഒന്ന് കൃഷി ചെയ്തു, ഇനി അടുത്തത് നമുക്ക് ചെയ്യണം വ്യവസായം ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം കൃഷി ചെയ്തു, പിന്നെ വ്യവസായം ചെയ്തിട്ട് കാശുണ്ടാക്കണം. അങ്ങനെ വ്യവസായിക വികസനം, അതാണ് 2ാം പഞ്ചവത്സരത്തിൽ പറയുന്നത്. ഇനി 3ാമത്തെ എന്താണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പിന്നെ നമ്മൾ കൃഷി ചെയ്തു, വ്യവസായം ചെയ്തു, ഇനി നമ്മൾ സ്വയം അങ്ങോട്ട് പര്യാപ്തത നേടണം. സ്വയം പര്യാപ്തത. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത
എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. നാലാം പഞ്ചവത്സര പദ്ധതി ഓൾറെഡി നമ്മൾ പഠിച്ചു, സ്വാശ്രയത്വമാണെന്ന് പഠിച്ചു അല്ലേ. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, അതാണ് നാലാം പഞ്ചവത്സര പദ്ധതി. അഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ദാരിദ്ര്യം നിർമ്മാർജ്ജനം. നമ്മളിതൊക്കെ ചെയ്തു, കൃഷി ചെയ്തു, വ്യവസായം ചെയ്തു, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അല്ലെ, സ്വയം പര്യാപ്തത നേടി, അതുപോലെ സ്വാശ്രയത്വം ചെയ്തു. ഇനി 5 എന്താണ്? അപ്പം ഇത് എല്ലാം കിട്ടിയാൽ തന്നെ നമ്മുടെ ദാരിദ്ര്യം അങ്ങോട്ട് നിർമ്മാർജ്ജനം, ദാരിദ്ര്യത്തിനെ ഇല്ലാണ്ടാക്കുക. അതാണ് 5ആം പഞ്ചവത്സരത്തിൽ പഠിക്കേണ്ടത്. ഇനി 6ആം പഞ്ചവത്സര പദ്ധതി അധികം ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മളൊന്ന് നോക്കി വെച്ചാൽ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. കാർഷിക വ്യാവസായിക മേഖലയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുക. അതാണ് 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. 7ആം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ആധുനികവൽക്കരണം, അത് ഓൾറെഡി ഉള്ള ആധുനികവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആധുനികവൽക്കരണം എന്താണ്? 7ആം പഞ്ചവത്സര പദ്ധതിയിലാണ് ആധുനികവൽക്കരണം. ഓക്കെ. 8 മാനവശേഷി വികസനം. 8 മനുഷ്യന്മാരുണ്ടെന്ന് വിചാരിച്ചോ. മാനവശേഷി വികസനം. 9 ഗ്രാമീണ വികസനം. വികേന്ദ്രീകൃത ആസൂത്രണവും ഉണ്ട്. ഓക്കെ. അപ്പോൾ 10ആം പഞ്ചവത്സരം പദ്ധതിയും 11 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കാം. 10 മൂലധനം എത്ര രൂപയായിരുന്നു? 10. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, അതാണ് 10 രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുക. മൂലധനം 10 രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കുക, അതാണ് 10ആം പഞ്ചവത്സര പദ്ധതി. 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം. അതും അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ 12ആം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച്, സുസ്ഥിര വികസനത്തിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 കൊല്ലത്തിന് കൂടുതലായിട്ടുണ്ട്. എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാശ്രയത്വം ഏതിലാണെന്ന് ചോദിക്കാറുണ്ട്, വ്യവസായിക വികസനം ഏതിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. സുസ്ഥിരം നോക്കണം, അതുപോലെ ഗ്രാമീണ വികസനം, മാനവശേഷി ഇപ്പോൾ ഓർമ്മ വന്നില്ല. മാനവശേഷി 8, 10 എന്ന് പറയുമ്പോൾ 10 രൂപയല്ല, മൂലധനം 10 രൂപയിൽ നമുക്ക് കൂട്ടണം. പിന്നെ എന്താണ്? 7 എന്താണ്? ആധുനികവൽക്കരണം. 4 എന്താണ്? സ്വാശ്രയത്വം. 5 എന്താണ്? 5 ദാരിദ്ര്യം നിർമ്മാർജ്ജനം. അപ്പം അതങ്ങനെ ഒന്ന് ജസ്റ്റ് എപ്പോഴും ഒന്ന് വായിച്ചു വിട്ടാൽ നമുക്കിതൊക്കെ ഓർമ്മ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ ഇതിലൊന്ന് പറയാൻ മറന്നുപോണ്, ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ പറഞ്ഞു അല്ലേ. ബാങ്ക് എന്നാണ്? 1969 ജൂലൈ 19 ആദ്യമായിട്ട് ദേശസാൽക്കരണം നടത്തിയത്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതേ ഇന്ദിരാഗാന്ധി തന്നെ ഫിനാൻസ് മിനിസ്റ്ററും ആയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആര് തന്നെയായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. 1969 ജൂലൈ 19 എത്ര എണ്ണം ദേശസാൽക്കരിച്ചു? 14 ബാങ്കിനെ ദേശസാൽക്കരിച്ചു 4ആം പഞ്ചവത്സര പദ്ധതിയിൽ. പിന്നെ 6 ഇപ്പോൾ ദേശസാൽക്കരിച്ചു. 1980 6 കൂടി ബാങ്ക് ദേശസാൽക്കരിച്ചു. അതാരാണ്? ആർ വെങ്കിട്ടരാമനായിരുന്നു അതിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ. ആ ടൈമിലുള്ള പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. ആർ വെങ്കിട്ടരാമൻ. 6ആം പഞ്ചവത്സര പദ്ധതി 6. ഓക്കെ. ഇതാണ് ബാങ്ക് ദേശസാൽക്കരണത്തിനെ കുറിച്ച് പഠിക്കേണ്ടത്. പിന്നെ നോട്ട് നിരോധനം. അപ്പോൾ 500,000 നോട്ട് നമ്മൾ 1946 നിരോധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 500,000 നോട്ട് 2016 നവംബർ 8 നിരോധിച്ച കാര്യമാണ്. 2016. ഇനി 2023 ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 2000 രൂപയുടെ നോട്ട് മോദിക്ക് ഓർമ്മ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതെപ്പോൾ നിരോധിച്ചു? 2023 സെപ്റ്റംബർ 30 കൂടി അതും കൂടി നിരോധിച്ചു. 2000 രൂപയും പിൻവലിച്ചു. അതുപോലെ 1946 ഇങ്ങനെ ചോദിക്കാം, 500, 1000, 10000 ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 1946 ഓർമ്മ ഉണ്ടാവണം. ഇനി 1978 എന്താണ്? 500, 1000, 5000, 10000 നിരോധിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൾറെഡി 10000 ഇവിടെ നിരോധിച്ചതല്ലേ, പിന്നെ ഇതെങ്ങനെ ഇപ്പം നിരോധിച്ചു എന്ന്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വന്ന പ്രൈം മിനിസ്റ്ററൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിരോധിക്കുക, വേറെ പണിയൊന്നുമില്ലല്ലോ. അത് കാരണം ഇതൊക്കെ ഇങ്ങനെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ 10000 രൂപ വീണ്ടും 1978 നിരോധിച്ചിട്ടുണ്ട്. അത് 1000, 5000, 10000 ഇതാണ് 1978 നിരോധിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. 2016 ഇമ്പോർട്ടൻ്റ് ആണ്, 23 ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ചോദിക്കാനുണ്ട്. സെപ്റ്റംബർ 30 നമുക്കിങ്ങനെ മെസ്സേജ് വന്നതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. ഈ സെപ്റ്റംബർ 30 മുന്നിൽ പിന്നെ 2000 നോട്ട് പിൻവലിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്ന കാര്യം ഇപ്പം കഴിഞ്ഞ പോലെ നമുക്ക് തോന്നും. പക്ഷേ 2023 സെപ്റ്റംബർ 30 എന്ത് സംഭവിച്ചത്? 2000 പിൻവലിച്ചിരിക്കുന്നത്. പിന്നെ ഭൂപരിഷ്കരണ നിയമം വന്നത് എന്താണ്? 1951 ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞത് വന്നത്. ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ വന്നത് 1951 തന്നെയാണ്. പിന്നെ വിനോബ ഭാവെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ഭൂദാൻ മൂവ്മെൻറ്റ്, അതൊക്കെ 1951. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ.
പിന്നെ കേരളത്തിലെ നിയമം പാസ്സാക്കിയത് 1963 പാസ്സാക്കിയെങ്കിലും 1970 ജനുവരി 1 ഇത് ഫുള്ളി നമ്മുടെ ആദ്യ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത് 1970-കളിലാണ്. 1970-ലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. താങ്ക് യു.